ഇന്ന് നമുക്ക് പാവയ്ക്ക പറിക്കുന്ന വീഡിയോ ആണേ. കുഞ്ഞു പാവയ്ക്ക. ഇതെവിടുന്ന് ഒരു ചെറിയ അരി കിട്ടിയതാണ്. അപ്പോൾ അത് സൂക്ഷിച്ച് നോക്കിയാലേ കാണത്തുള്ളൂ. ആ അരി കിട്ടിയത് കൊണ്ടുവന്ന് ഇട്ടതാണ്. അത് ഈ ഇലയുടെ കളറും പാവയ്ക്കയുടെ കളറും എല്ലാം ഒന്ന് തന്നെ ആയതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതൊന്ന് കണ്ടുപിടിക്കാനായിട്ട്. ഇതിനകത്ത് പഴുത്തതുമൊക്കെ ഉണ്ട്. നല്ലപോലെ മൂത്ത് കഴിയുമ്പോഴത്തേനും ഭയങ്കര പച്ചക്കളറാകും. പിന്നെ അത് വലിപ്പം വെക്കത്തില്ല. അതുകൊണ്ടാണ് അത് പറിക്കുന്നത്. ഇതുപോലെ പഴുത്ത പാവയ്ക്കയുടെ കുരു കൊണ്ടുവന്ന് ഇട്ടതാണ്. ഇത് ഒരുപാടുണ്ടാകും ഇങ്ങനെ. അതിനുശേഷം പിന്നെ വലയൊക്കെ ഇട്ട് കൊടുത്തു. ഇത് ഡെയിലി ഒരു 10-15 എണ്ണം വീതം കാണും പറിക്കാനായിട്ട്. ജസ്റ്റ് ചെറിയൊരു തോരനോ ഒക്കെ വെക്കാനായിട്ടുള്ളതുണ്ട്. പിന്നെ കുറച്ച് കേടാകുന്നുണ്ട്. ഇത് നോക്കി കണ്ടുപിടിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത് ഇടയ്ക്കെല്ലാം നിൽക്കുന്നുണ്ട്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത് കണ്ടോ, ഇലയുടെ കളറും ഇതെല്ലാം സെയിം ആയതുകൊണ്ട് കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത്യാവശ്യം ചെറിയൊരു തോരനുള്ളത് റെഡിയാവും. ഈ വള്ളിയുടെയൊക്കെ ഇടയ്ക്ക് നിൽക്കുന്നത് ആ വള്ളിയുടെ കളറും എല്ലാം സെയിം ആയതുകൊണ്ടാണ് ബുദ്ധിമുട്ട്. ഇതാണോ കാട്ടുപാവൽ എന്ന് പറയുന്ന സാധനം? ഇതാണ് കാട്ടുപാവൽ എന്ന് പറയുന്നത്. ഇതിനാണ് ഗുണമെന്നാണ് പറയുന്നത്. നല്ല കയ്പുണ്ട്. ഇത് ഇഷ്ടമാണ്. എന്നാലും ഒരുമാതിരിപ്പെട്ട ഒരു 90% ആൾക്കാർക്ക് ഇതിന്റെ അരിയൊന്നും കളയണ്ട. ഇതൊന്ന് ചരിഞ്ഞങ്ങ് തോരൻ വെച്ചാൽ മതി അല്ലേ? ചരിഞ്ഞ് തോരൻ വെച്ചാൽ അതിന് കളയാനൊന്നുമില്ല. തേങ്ങയും പച്ചമുളകും ഉള്ളി മറ്റേ പാവയ്ക്കയുടെ കുരു കളയുന്നത് പോലെ ഒന്നും കളയാനൊന്നുമില്ല. പിന്നെ ഒരു സൈഡിലത്തെ കുറച്ച് വാടുന്നുണ്ടായിരുന്നു. അത് വെള്ളത്തിൻ്റെ കുറവാണോന്നറിയില്ല. ഇത് പിന്നെ കൊച്ചിൻ്റെ ശല്യമുണ്ട്. പക്ഷേ ഈ പാവൽ കടിക്കുകയെന്നാണ്. ചെറുതാണ് ഇതെല്ലാം ഉള്ളത്. നോക്കി ഇതിൻ്റെ ഇടയ്ക്കെല്ലാം ഒത്തിരി ഉണ്ട്. പൂക്കളൊക്കെ ആയി വരുന്നതേ ഉള്ളൂ. പൂക്കളാവുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഇലയുടെ കളറും ഇതിങ്ങനെ ആയതുകൊണ്ട് ഭയങ്കരമായിട്ട് സൂക്ഷിച്ച് നോക്കണം. കുറച്ച് സമയം എടുക്കും ഇത് പറിക്കാനായിട്ട്. ഇത് ആകുന്നേ ഉള്ളൂ. മൂത്ത് ആകുന്നേ ഉള്ളൂ. കുറച്ച് വലിപ്പം വെക്കാനായിട്ടുള്ളതുണ്ട്. അത് നിൽക്കട്ടെ.